എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് D.El.Edന്റെ മൂന്നാമത്തെ സെമസ്റ്ററിലെ ഇംഗ്ലീഷിന്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇൻക്ലൂഷൻ ആൻഡ് അഡാപ്റ്റേഷൻ എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗവുമായിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വിവിധങ്ങളായിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റികളാണ്. പ്രധാനമായിട്ടും ഉള്ള ലേണിംഗ് ഡിസബിലിറ്റികൾ എന്താണ് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, അതേപോലെ തന്നെ ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അറ്റൻഷൻ ഡെഫിഷ്യന്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവയെ ഓരോന്നും പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡിസ്ലെക്സിയയും ഡിസ്ഗ്രാഫിയയും ഡിസ്പ്രാക്സിയും ഒക്കെ സ്ഥിരമായിട്ട് നമ്മളുടെ D.El.Edന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കാര്യമാണ് എന്നുള്ളത് കൂടെ അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് ഓരോന്നും എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി വിത്ത് ലാംഗ്വേജ് ഇൻ ഇറ്റ്സ് വേരിയസ് യൂസസ്. ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേരിയസ് യൂസസിലുള്ള ഡിഫിക്കൽട്ടീസ് ആണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇതൊരിക്കലും റീഡിംഗ് മാത്രം ആയിരിക്കണമെന്നുമില്ല. ഈ ഒരു ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് യൂസസുകളിലും കുട്ടിക്ക് പ്രശ്നങ്ങൾ വരാം എന്നുള്ളതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ഡിസ്ലെക്സിയ എന്നുള്ളത് ഡിഫിക്കൽട്ടി വിത്ത് ലാംഗ്വേജ് ഇൻ ഇറ്റ്സ് വേരിയസ് യൂസസ്, വിവിധ ലാംഗ്വേജ് സംബന്ധിച്ചുള്ള ഉപയോഗത്തിലാണ് കുട്ടിക്ക് ഡിസ്ലെക്സിയ എന്ന ഒരു പ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റിയിലൂടെ പ്രശ്നം വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തേതായിട്ട് ഡിസ്പ്രാക്സിയ ആണ്. കണ്ടീഷൻ ഇഫക്റ്റീവ് ഫിസിക്കൽ കോർഡിനേഷൻ കോസിങ് ഡിഫിക്കൽട്ടി ടു മേക്ക് ആൻ അപ്രോപ്രിയേറ്റ് ബോഡി റെസ്പോൺസ് എന്നുള്ളതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഈ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ ആണ്. അത് നമ്മളുടെ ഫിസിക്കൽ കോർഡിനേഷൻ കറക്റ്റായിട്ട് നടക്കാത്ത ഒരു പ്രശ്നമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയും. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളുടെ ഫിസിക്കൽ കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടി വിചാരിക്കുന്ന തരത്തിലുള്ള ബോഡി റെസ്പോൺസുകൾ കുട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡിസ്ലെക്സിയയും ഡിസ്പ്രാക്സിയയും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡിസ്ഗ്രാഫിയാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടി വിത്ത് ദ ആക്ട് ഓഫ് റൈറ്റിംഗ് ഇൻ ദ ടെക്നിക്കൽ ആസ് വെൽ ആസ് എക്സ്പ്രസിംഗ് സെൻസ്. ദർ ഓൾസോ ബി ഡിഫിക്കൽട്ടി വിത്ത് സ്പെല്ലിംഗ് എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാല് ഈ ഡിസ്ഗ്രാഫിയയിൽ പ്രധാനമായിട്ടും റൈറ്റിങ്ങിലുള്ള പ്രശ്നവും അതേപോലെ കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രശ്നവും ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റിംഗ് പ്രശ്നം വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പെല്ലിങ്ങിനും കൂടെ പ്രശ്നം വരുന്നു എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്തത് ADHD ആണ്. അതിനു മുമ്പ് ഡിസ്കാൽക്കുലിയ കൂടിയുണ്ട്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അഞ്ചാമത്തതായിട്ട് ADHD. ADHDന്റെ ഫുൾ ഫോം ആണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഈ ചിലപ്പോൾ ഇതിന്റെ ഷോർട്ട് ഫോം തന്നിട്ട് ADHDന് ഫുൾ ഫോം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതനുസരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അറ്റൻഷൻ ഡെഫിഷ്യറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ADHD എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ചിൽഡ്രൻ വിത്ത് ദിസ് ഡിസോർഡർ ആക്ട് ഇമ്പൾസീവ്ലി ആൻഡ് ആർ ഈസിലി ഡിസ്ട്രാക്റ്റഡ്. ഈ ADHD ഉള്ള കുട്ടികൾ വളരെ ഇമ്പൾസ് ആയിട്ട് പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ നടത്തും. അതേപോലെ തന്നെ ഇവർ വളരെ ഈസി ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ദേ മേ ഓൾസോ എക്സിബിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയർ. അവരെപ്പോഴും വളരെ ആക്റ്റീവ്, അത് കുറച്ച് ആക്റ്റീവിനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ എന്ന നിലയ്ക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും അവര് കാണിക്കുക. A traditional classroom is often very stressful for an ADHD student who find
It's difficult to sit still, remain quiet and concentrate on a task. ഈ സാധാ തരത്തിലുള്ള ഒരു ക്ലാസ് റൂം ഒരു ADHD കുട്ടിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. കാര്യം എന്താന്ന് വെച്ചാല് അവർക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല, സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ടാസ്കിൽ പ്രത്യേകമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയില്ല. The classroom may include the children with some exceptionalities. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എക്സെപ്ഷണാലിറ്റീസ് അംഗീകരിച്ചുകൊണ്ട് ആ ഒരു കുട്ടീനെ ആ ഒരു ക്ലാസ് റൂമിൽ ഇൻക്ലൂഡ് ചെയ്യണം. So the teacher may adapt suitable strategies to ensure their participation in the language classroom. അപ്പോ ടീച്ചർ അതിനനുസരിച്ചിട്ടുള്ള അഡാപ്റ്റേഷൻ നടത്തിയാൽ മാത്രമേ ആ തരത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ക്ലാസ് എടുക്കല് മുന്നോട്ട് കൊണ്ടുപോകാൻ അധ്യാപകന് കഴിയൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഓരോ എക്സെപ്ഷനാലിറ്റിയും അതിനനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. നിങ്ങൾക്ക് ഒരു സാമാന്യ ലോജിക്ക് വെച്ചിട്ട് കുറെയൊക്കെ ഉത്തരങ്ങൾ പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ കഴിയും. എന്നിരുന്നാലും തന്നെ ഓരോ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഈ വിഷ്വലി ഇമ്പയർഡിനായിട്ട് നമുക്ക് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എന്താന്ന് ചോദിക്കാം. ഡിസ്ലെക്സിയക്ക് ഉള്ള സ്ട്രാറ്റജീസ് എന്താന്ന് ചോദിക്കാം. ഡിസ്ഗ്രാഫിക്കുള്ള സ്ട്രാറ്റജീസ് എന്താന്ന് ചോദിക്കാം. ഇങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളതാണ്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ട് ഉള്ള ഒരാൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആദ്യമായിട്ട് ഓറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അതായത് പറഞ്ഞു കൊടുക്കുക. പ്രൊവൈഡ് ടാക്ടൈൽ ലേണിംഗ് എക്സ്പീരിയൻസ് അറ്റ് മാക്സിമം. അടുത്തതായിട്ടുള്ളത് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് പ്രൊവൈഡ് ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ഓഡിയോ ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞ് ഓഡിയോ ആയിട്ട് കൊടുത്ത ഇൻഫർമേഷന്റെ എഴുതിയ രൂപം അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ടുള്ള രൂപം കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ അതിന് സബ് ടൈറ്റിൽ അല്ലെങ്കിൽ ക്യാപ്ഷൻസ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അതർ വിഷ്വൽസും ഈ ഒരു കുട്ടിയുടെ സഹായത്തിനായിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് മെന്റൽ റിട്ടാർഡേഷൻ നേരിടുന്ന കുട്ടികൾക്കുള്ള സ്ട്രാറ്റജീസ് ആണ്. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു പ്രാക്ടീസ് ഓറൽ ലാംഗ്വേജ് മെനി ടൈംസ് ഇൻ ഓർഡർ ടു ലേൺ ആൻഡ് റിമെമ്പർ ഇറ്റ്. അപ്പോ ഓറൽ ലാംഗ്വേജിനായിട്ടുള്ള പ്രാക്ടീസുകൾ കൂടുതലായിട്ട് കുട്ടിക്ക് കൊടുക്കുക. അതുകൊണ്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കൊടുക്കുക. അത് കൂടുതൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനും ഇത്തരത്തിലുള്ള കുട്ടികളെ സഹായിക്കും. പിന്നെ അവരെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവുന്നത്ര അവസരം കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തതായിട്ട് ലോക്കോമോട്ടർ ഡിസബിലിറ്റീസ് ആണ്. പ്രാക്ടീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക. ആൾട്ടർനേറ്റ് ആക്ടിവിറ്റീസ് ഫോർ സിറ്റിംഗ്, സ്റ്റാൻഡിംഗ് ആൻഡ് വാക്കിംഗ് ഷുഡ് ബി സജസ്റ്റഡ് ഫോർ ദിസ് ലേണേഴ്സ്. അപ്പോ ഈ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ നടന്നുള്ള പ്രവർത്തനങ്ങളും അതുപോലെ നിന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഓട്ടിസമാണ്. തിയേറ്റർ ആക്ടിവിറ്റി ഷുഡ് ബി ഇൻക്ലൂഡഡ് ടു എൻഗേജ് ദം. തിയേറ്റർ ആക്ടിവിറ്റീസ് നൽകുക എന്നുള്ളതാണ് ഓട്ടിസം കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്ലെക്സിയ ആണ്. ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിക്ക് സ്റ്റോറീസ് വായിച്ചു കൊടുക്കാം. ഫെയറി ടെയിൽസും നഴ്സറി റൈംസും അതേപോലെ തന്നെ ഇവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് വായിച്ചു കൊടുക്കാം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സ്റ്റിമുലേറ്റ് ദം ടു സ്പീക്ക്, പുട്ട് പിക്ചേഴ്സ് ഓർ പോസ്റ്റേഴ്സ് ഓൺ ദ വാൾ ഓർ ഗീവ് എനി ഒബ്ജക്ട് ടു ടോക്ക് അബൌട്ട്. അപ്പോൾ കുട്ടികളെ സംസാരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് പല ചിത്രങ്ങളും പോസ്റ്ററുകളൊക്കെ നമുക്ക് വോളിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനും അവരോട് ആവശ്യപ്പെടും. ഇനി അടുത്തതായിട്ട് ഡിസ്ഗ്രാഫിയാണ്.
ലേണേഴ്സ് ആർ അലൗഡ് ടു പ്ലേ വിത്ത് ക്ലേ ആൻഡ് അതർ മോഡലിംഗ് മെറ്റീരിയൽ. കളിമണ്ണും അതേപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലിംഗ് മെറ്റീരിയലും ഉപയോഗിച്ച് കളിക്കാൻ അവരെ അനുവദിക്കുക. പ്രാക്ടീസ് ഫോമിംഗ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് ഫോം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റികൾ അവർക്ക് കൊടുക്കുക. Give them practice to make letters with numbered arrows that shows the direction of the strokes. അപ്പോ അവർക്ക് പ്രാക്ടീസ് കൊടുക്കുക. എന്തിന്? ലെറ്റേഴ്സ് ഉണ്ടാക്കാൻ വിത്ത് നമ്പേർഡ് ഡോട്ട്സ്. ആ ഒരു നമ്പേർഡ് ഡോട്ട്സിലൂടെ കൊടുക്കുന്നതിലൂടെ ഇവർക്ക് അതിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്, മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് അറ്റൻഷൻ ഡെഫിഷ്യറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. അതില് കൊടുക്കാൻ പറ്റുന്നത് സർട്ടൈൻ അക്കോമഡേഷൻ സച്ച് ആസ് പ്രൊവൈഡിങ് ലേണേഴ്സ് വിത്ത് സ്ക്രിപ്റ്റ്സ് ക്യാൻ ബി ഹെൽപ്ഫുൾ ഫോർ ഇംപ്രൂവിങ് ലിസണിങ് സ്കിൽസ്. അപ്പോ ഒരു സ്ക്രിപ്റ്റ് നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനത്തിനുള്ള ആ ഒരു സ്ക്രിപ്റ്റും കൂടെ കുട്ടിക്ക് നൽകുന്നത് അവരുടെ ലിസണിങ് സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അവരുടെ ഒരു അവർക്ക് നൽകാൻ പറ്റുന്ന നല്ലൊരു പ്രവർത്തനമാണ്. പ്രൈവറ്റ് ട്യൂട്ടറിങ്ങും അതേപോലെ തന്നെ ഒറ്റയ്ക്ക് പഠിപ്പിക്കുന്നതും അതേപോലെ തന്നെ അവരുടെ പഠനത്തെ സഹായിക്കുന്ന ഒന്നാണ്. ന്യൂമോണിക് ഡിവൈസസുകളും അതേപോലെ തന്നെ ഇവർക്ക് നൽകാവുന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ടൊരു പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാതെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങളൊക്കെ എഴുതാവുന്നതാണ്. നമുക്ക് അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ആദ്യം ഒന്ന് നോക്കാം. നേച്ചർ ഡസൻ ഡിസ്ക്രിമിനേറ്റ് മെൻ ഫ്രം വുമൺ. പ്രകൃതി ഒരിക്കലും പുരുഷനിൽ നിന്ന് സ്ത്രീയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. ബട്ട് വുമൺ ഹാവ് ബീൻ ദ വിക്ടം ഓഫ് ഇനിക്വാലിറ്റി not only in terms of social political rights but also on grounds of employment opportunities all over the world. പ്രകൃതി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നില്ലെങ്കിലും എല്ലാ വുമണും ഒരു വിക്ടമാണ്. എന്തിന്റെ? ഇന്നിക്വാലിറ്റിന്റെ. അത് സോഷ്യൽ പൊളിറ്റിക്കൽ റൈറ്റ്സിലും ഉണ്ട്, അതേപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റിയിലും ഉണ്ട്. അത് ഓൾ ഓവർ വേൾഡ്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവനായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. There are many spheres of life where women are denied opportunities. വുമണിന് അവസരം നഷ്ടപ്പെടുന്ന ഒരുപാട് തലങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. In India, irrespective of caste, creed, religion and social status, the overall status of women is much lower than that of men. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ സ്റ്റാറ്റസോ എന്ത് ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കാര്യമില്ല. പക്ഷെ അവരുടെ ഓവറോൾ ആയിട്ടുള്ള സ്റ്റാറ്റസ് മച്ച് ലോവർ ദാൻ മെൻ ആണ് എന്നുള്ളതൊരു സത്യമാണ്. Therefore, education and healthcare of a girl child in India is an important social indicator to measure and promote gender equality between men and women. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് നൽകുന്ന വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഹെൽത്തും ഒരു ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഗ്രോത്തിന് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിന് അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആണ് എന്നുള്ളതും കൂടെ അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ യൂണിസെഫ് ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് നോക്കാൻ പോകുന്നത്. മീൻസ് ദാറ്റ് women and men and girls and boys enjoy the same rights, resources, opportunities and protection. It does not require that girls and boys, women or men be the same or that they treated exactly alike. അപ്പൊ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് പുരുഷനും സ്ത്രീയും അതേപോലെ പെൺകുട്ടിയും ആൺകുട്ടിയും എൻജോയ് ദ സെയിം റൈറ്റ്സ്, തുല്യമായിട്ടുള്ള അവകാശങ്ങള്, അവർക്ക് തുല്യമായിട്ടുള്ള റിസോഴ്സുകള്, അതേപോലെ തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികള്, അതേപോലെ തന്നെ തുല്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ളത് ലഭിക്കണം എന്നുള്ളതാണ് ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്നിരുന്നാൽ തന്നെ അവര് അതേപോലെ എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല എന്നുള്ളതും കൂടെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. Historically, the inclusion of young girls and women in education has helped to challenge gender discrimination. അപ്പൊ ഈ ഒരു സ്റ്റുഡൻസിനെ, ചെറിയ പെൺകുട്ടികളെയും അതേപോലെ തന്നെ സ്ത്രീകളെയും ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കുറച്ചു കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ പറയുന്നതാണ്. So it is important to provide space for young girls to develop their leadership skills through education. അതുകൊണ്ട് തന്നെ നമ്മളുടെ പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടു ഡെവലപ്പ് ലീഡർഷിപ്പ് സ്കിൽസ്. If they are provided enough chances to lead a task and communicate in a language classroom, they can shape their attitudes towards human capabilities as leaders and decision makers. ഇവിടെ പറയുന്നത് വ്യക്തമായിട്ടുള്ള അവസരങ്ങൾ പെൺകുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേപോലെ ടാസ്കുകൾ ലീഡ് ചെയ്യാനും നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാപ്പബിലിറ്റീസ് ആസ് എ ലീഡർ, ഒരു ലീഡർ ആയിട്ടും അതേപോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കർ ആയിട്ടും അവർക്ക് ഉള്ള ക്യാപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സോഷ്യലി ചലഞ്ച്ഡ് സ്റ്റുഡൻസിനെ കുറിച്ചാണ്. അപ്പൊ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ടേക്ക് സെവറൽ ഫോംസ്. വിവിധ തരത്തിലുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ഡിസ്ക്രിമിനേഷൻ ക്യാൻ ബി എയ്തർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അത് നേരിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ആയിരിക്കാം, അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ആയിരിക്കാം. Direct discrimination describe a phenomenon where there is deliberate and explicit policy to exclude a specific individual or a social group from possible opportunities. ഈ ഒരു ഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് വളരെ ഡെലിബറേറ്റ് ആയതും അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതുമായ ഒരു പോളിസിയാണ്. അതെന്തിന്, ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ തങ്ങൾക്ക് ലഭിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും അവർക്ക് അവസരം ലഭിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. ഇൻഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ occurs when neutral provisions, criteria or practices disadvantage individual due to their social status. അപ്പോ ഇൻഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ കൃത്യമായിട്ട് ഒരു ക്രൈറ്റീരിയയും അതേപോലെ തന്നെ വിവിധ കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാലും അവരുടെ നിലവിലുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് നമുക്കൊരു ഇൻഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് കാണാം. Support can be provided to socially challenged students to build on strength and accommodate learning styles to ensure meaningful participation. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തില് സോഷ്യലി ചലഞ്ച്ഡ് ആയ സ്റ്റുഡൻസിനെ അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒരു സമൂഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. Chances should be provided for them to explore themselves and space for them should be comfortable for them to lift up their self confidence. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ചാൻസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അവരെ എക്സ്പ്ലോർ ചെയ്യാനും അതേപോലെ അതിനായിട്ടൊരു സ്പേസും ഉണ്ടാവണം. കംഫർട്ടബിൾ ഫോർ ദം ടു അവരുടെ സെൽഫ് കോൺഫിഡൻസ് ലിഫ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസും കൂടെ അവർക്ക് ഒരുക്കണം എന്നുള്ളതാണ് ഈ ഒരു സോഷ്യലി ചലഞ്ച്ഡ് സ്റ്റുഡൻസ് എന്നുള്ളതിൽ പറയുന്നത്. കുറെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വന്നാല്. അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു ഗിഫ്റ്റഡ് ചിൽഡ്രനെ കുറിച്ചാണ്. ചിൽഡ്രൻസ് ആർ ഗിഫ്റ്റഡ് വെൻ their എബിലിറ്റി സിഗ്നിഫിക്കന്റ്ലി above the norm of their age. അപ്പോ കുട്ടികളിൽ അവരുടെ പ്രായത്തിനേക്കാളും മുതിർന്ന തരത്തിലുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് എന്ന് പറയും. Giftedness may manifest in one or more domains such as intellectual, creative, artistic,
leadership, or in a specific academic field such as language, ആർട്സ്, മാത്തമാറ്റിക്സ് ഓർ സയൻസ്. അപ്പൊ ഈ ഒരു ഇന്റലിജൻസ് ഏതൊക്കെ തരത്തിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടാവും, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടാവും, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയത്തിലായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇന്റലിജൻസ് കൂടുതൽ. അത് ഏതൊക്കെയായിരിക്കാം? ചിലപ്പോൾ ഭാഷയിലായിരിക്കാം, അല്ലെങ്കിൽ ആർട്സിലായിരിക്കാം, മാത്തമാറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സയൻസിലായിരിക്കാം. ഗിഫ്റ്റഡ്നെസ് എക്സിസ്റ്റ് ഇൻ എവറി ഡെമോഗ്രാഫിക് ഗ്രൂപ്പ് ആൻഡ് പേഴ്സണൽ ടൈപ്പ്. എല്ലാ വ്യക്തികളിലും ഒരു ഗ്രൂപ്പ് വ്യക്തികളുടെ ഇടയ്ക്കും ഇത്തരത്തിൽ ഗിഫ്റ്റഡ്നെസ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്കവർ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഗിഫ്റ്റഡ് ചിൽഡ്രൻ. നമ്മൾ ആ ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രന്റെ പൊട്ടൻഷ്യൽ ഡിസ്കവർ ചെയ്യേണ്ടത് അങ്ങേയറ്റം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അവരെ വിചാരിച്ചിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും അങ്ങേയറ്റം പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഇവിടെ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് എൻഷുറിങ് access to quality education for all students by effectively meeting their diverse needs in a way that is responsive, accepting, respectful and supportive. അപ്പൊ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണ്. അതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും കാണിക്കാതെ എല്ലാ സ്റ്റുഡൻസിനും ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിട്ട് പറയാം. അപ്പൊ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് പല തരത്തിലുള്ള നീഡ് കുട്ടികൾക്ക് ഉണ്ടാവും. അത് ചിലപ്പോൾ റെസ്പോൺസീവ് ആയിട്ടുള്ളതായിരിക്കാം, അസെപ്റ്റീവ് ആയിട്ടുള്ളതായിരിക്കാം, റെസ്പെക്ട്ഫുൾ ആയിരിക്കാം, സപ്പോർട്ടീവ് ആയിട്ടുള്ളതായിരിക്കാം. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പഠനം മുന്നോട്ട് പോകേണ്ടത്. ബൈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ it means that all students are welcomed by their neighborhood school in age appropriate regular classes and are supported to learn, contribute and participate in all aspects of the life of school. അപ്പൊ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൂടെ എല്ലാ കുട്ടികൾക്കും അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് റെഗുലർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധ്യമാവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്തിനൊക്കെ സപ്പോർട്ട് കൊടുക്കണം? ലേണിങ്ങിന് സപ്പോർട്ട് കൊടുക്കണം, കോൺട്രിബ്യൂട്ട് ആൻഡ് പാർട്ടിസിപ്പേറ്റ്. ഒരു വിദ്യാലയത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും അവർക്ക് അവസരവും ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. ഇറ്റ് ഈസ് അബൌട്ട് ഹൗ വി ഡെവലപ്പ് and design our schools, classrooms, programs, and activities so that all the students learn and participate together. അപ്പോൾ നമ്മൾ നമ്മളുടെ സ്കൂളിന്റെ ഡിസൈനും ഒരു ഡെവലപ്മെന്റും തീരുമാനിക്കുന്നത് ഏത് തരത്തിലായിരിക്കണം? ഇത്തരത്തിൽ എല്ലാ കുട്ടികൾക്കും ഈ തരത്തിലുള്ള പ്രോഗ്രാംസിലും ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ കണക്കായിട്ട് ആയിരിക്കണം. Students participate in the education program in a common learning environment with support to diminish and remove barriers and obstacles that may lead to exclusion. അപ്പൊ കുട്ടികൾ പഠിച്ചു വരേണ്ട ഒരു എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞത് അവർക്ക് നമ്മൾ എല്ലാ തരത്തിലുള്ള ബാരിയേഴ്സും ഒബ്സ്റ്റക്കിൾസും ഈ ഒരു എക്സ്ക്ലൂഷനെ സംബന്ധിച്ച് ഏത് തരത്തിലും വരുന്ന ബാരിയേഴ്സും ഒബ്സ്റ്റക്കിൾസും ഡിമിനിഷ് ചെയ്യാനും റിമൂവ് ചെയ്യാനും കഴിയുന്ന തരത്തിലായിരിക്കണം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് ലുക്കിംഗ് ദ വേസ് അവർ സ്കൂൾസ്, ക്ലാസ് റൂം, പ്രോഗ്രാം ആൻഡ് ലെസൺസ് ആർ ഡിസൈൻഡ് സോ ദാറ്റ് ഓൾ ചിൽഡ്രൻ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് ലേൺ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലുക്കിംഗ് ആണ്. എന്തില്? വിവിധ തരത്തിലുള്ള
എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതേപോലെ പഠിക്കാനും കഴിയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. Inclusion is also about finding different ways of teaching so that classrooms actively involve all children in the class. ഈ ഒരു ഇൻക്ലൂഷൻ എന്തൊക്കെ കാര്യത്തിലും കൂടി ഉൾപ്പെടുന്നുണ്ട്? വ്യത്യസ്തങ്ങളായ ടീച്ചിങ് മെത്തേഡുകളും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിലൂടെ ഏത് തരത്തിലുള്ള കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ഒരു എക്സ്ക്ലൂഷൻ കൂടാതെ തന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ മീൻസ് ഫൈൻഡിങ് വേസ് ടു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് among the സ്റ്റുഡൻസ്. ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, നല്ല ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ പരസ്പര ബഹുമാനം കുട്ടികളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഓൾ ചിൽഡ്രൻ ആർ ടു ബി റെഡി ടു അറ്റൻഡ് റെഗുലർ സ്കൂൾ ആൻഡ് ക്ലാസ് റൂംസ് അറ്റ് ദ ടൈംസ്. എല്ലാ കുട്ടികളും എന്ത് ചെയ്തിരിക്കണം? റെഡി ആയിരിക്കണം റെഗുലർ ആയിട്ട് സ്കൂൾ അറ്റൻഡ് ചെയ്യാനും ക്ലാസ് റൂം അറ്റൻഡ് ചെയ്യാനും. Inclusive education is also a way of thinking about how to creative to make our school a place where all children can participate. ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു വേ ഓഫ് തിങ്കിങ് ആയിട്ട് കൂടെ നമുക്ക് കാണാം. അത് ഏത് തരത്തിലുള്ളതാണ്? എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളാൻ പാകത്തിന് ഒരു സ്കൂളിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു തോട്ട് കൂടെ ഇതിലൂടെ വരാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അഡാപ്റ്റേഷൻ, മോഡിഫിക്കേഷൻ, അക്കോമഡേഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ പിന്നെ ടെക്നോ പെഡഗോജി, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമുക്ക് ഈ അഡാപ്റ്റേഷൻ എന്താണ്, മോഡിഫിക്കേഷൻ എന്താണ്, അക്കോമഡേഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് പലതരത്തിലും ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഓരോന്നിന്റെയും മലയാള അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊരുത്തപ്പെടൽ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക എന്നൊക്കെ പറയും. നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. നമ്മളിപ്പോ പുതിയൊരു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ വീട്ടിലത്തെ സാഹചര്യത്തിനൊത്ത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയും. അപ്പൊ അഡാപ്റ്റേഷൻ എന്നുള്ളത് പൊരുത്തപ്പെടലാണ് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ടേമിലേക്ക് പോവാം. മോഡിഫിക്കേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ടേം. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഷ്കരണമാണ്. നമ്മൾ വരുത്തുന്ന ചെറിയ രീതിയിലുള്ള ചേഞ്ചുകളെയൊക്കെ പരിഷ്കരണം അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടലാണ്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഷ്കരണമാണ് എന്നുള്ള കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസം എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതും കൂടെ അവിടെ ഒരു അർത്ഥമായിട്ട് വരാറുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ അഡാപ്റ്റേഷനും മോഡിഫിക്കേഷനും അക്കോമഡേഷനുമുള്ള ഡെഫിനിഷൻ കൃത്യമായിട്ട് നമ്മൾ പറയും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ എളുപ്പമായിട്ട് തോന്നൂ. അപ്പം ആദ്യമായിട്ട് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ റെഫേഴ്സ് ടു അഡ്ജസ്റ്റിംഗ് കരിക്കുലം. അത് കരിക്കുലത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ആൻഡ് ക്ലാസ് റൂം പ്രാക്ടീസസ്. കരിക്കുലം അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും അഡാപ്റ്റേഷനിൽ. അതേപോലെ തന്നെ എന്ത് ചെയ്യും? ക്ലാസ് റൂം പ്രാക്ടീസസും അഡ്ജസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടി? ടു അക്കോമഡേറ്റ് ദ ലേണിംഗ് നീഡ്സ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. അപ്പോ പഠന ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുട്ടികളെയും എല്ലാ കുട്ടികൾക്കും പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കരിക്കുലത്തെയും അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ നമ്മളുടെ ക്ലാസ് റൂം പ്രാക്ടീസസിനെയും അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനെയാണ് അഡാപ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലേണിംഗ് നീഡ്സ് ഓഫ് ഓൾ സ്റ്റുഡൻസ്, കുട്ടികളുടെ ലേണിംഗ് നീഡ്സിന് വേണ്ടി നമ്മൾ ഈ കരിക്കുലത്തെയും
ക്ലാസ് റൂം പ്രാക്ടീസസിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അഡാപ്റ്റേഷൻ എന്ന് പറയാം. ഈ ഒരു അഡാപ്റ്റേഷൻ എന്ന് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ പുറകോട്ട് പോയിട്ട് ഒന്നുകൂടെ കേൾക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോഡിഫിക്കേഷനെ കുറിച്ചാണ്. നമ്മൾ കാറൊക്കെ മോഡിഫൈ ചെയ്യുന്നതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. മോഡിഫിക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മേക്കിംഗ് ചേഞ്ചസ് ടു ലേണിംഗ് ഔട്ട്കംസ്. ലേണിംഗ് ഔട്ട്കംസിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുക. അതേപോലെ മേക്കിംഗ് ചേഞ്ചസ് ടു ടീച്ചിങ് പ്രോസസ്സ്. നമ്മൾ ഇന്ന് വരെ ചെയ്ത ടീച്ചിങ് പ്രോസസ്സിൽ നിന്ന് വ്യക്തമായിട്ട് ഒരു ചേഞ്ച് വരുത്തുക. അസൈൻമെന്റ്സിൽ ചേഞ്ച് വരുത്തുക. അസസ്മെന്റ്സിൽ ചേഞ്ച് വരുത്തുക. എന്തിനു വേണ്ടി? സ്റ്റുഡൻസിന്റെ ലേണിംഗ് നീഡ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് മോഡിഫിക്കേഷൻ എന്ന് പറയും. അപ്പോ ഇതും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മേക്കിംഗ് ചേഞ്ചസ് ടു എന്തിനൊക്കെ? ലേണിംഗ് ഔട്ട്കംസിന് വരുത്തുന്നു, ടീച്ചിങ് പ്രോസസ്സിന് വരുത്തുന്നു, അസൈൻമെന്റ്സിന് വരുത്തുന്നു, അതേപോലെ തന്നെ അസസ്മെന്റുകൾക്കും വരുത്തുന്നു. എന്തിനു വേണ്ടി? ഈ ഒരു സ്റ്റുഡൻസ് ലേണിംഗ് നീഡ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചേഞ്ച് വരുത്തുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ അക്കോമഡേഷനെ കുറിച്ചാണ് പറയുന്നത്. അക്കോമഡേഷൻ ഈസ് ദ അഡാപ്റ്റേഷൻ. അക്കോമഡേഷൻ എന്താണ്? ഒരു തരത്തിലുള്ള അഡാപ്റ്റേഷൻ ആണ്. ഒക്യൂറിങ് വെൻ, എപ്പോ ഒക്യൂർ ചെയ്യുന്നത്? ടീച്ചേഴ്സ് ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസസ് ആൻഡ് അസസ്മെന്റ് പാറ്റേൺസ് ഇൻ ഓർഡർ ടു അച്ചീവ് എ ഫ്ലെക്സിബിൾ ലേണിംഗ് എൻവിറോൺമെന്റ്. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവിറോൺമെന്റ് ലഭിക്കാനായിട്ട് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ള പ്രാക്ടീസുകളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നതിന് നമുക്ക് എന്ത് പറയാം? ഈ ഒരു അക്കോമഡേഷൻ ആയിട്ട് പറയാം. അപ്പോ ഈ ഒരു അഡാപ്റ്റേഷൻ, മോഡിഫിക്കേഷൻ, അക്കോമഡേഷൻ എന്നീ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഈ അഡാപ്റ്റേഷൻ തുടങ്ങുന്ന ഭാഗം മുതൽ ഇങ്ങോട്ട് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അഡാപ്റ്റേഷൻസ് ഫോർ എ സ്റ്റുഡൻസ് ബിലോ ഗ്രേഡ് ലെവൽ ഇൻ ലാംഗ്വേജ് ക്യാൻ ഇൻക്ലൂഡ്. അപ്പോ ഒരു ഗ്രേഡ് ലെവലിന് താഴെയുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓഡിയോ ടേപ്സ്, ഇലക്ട്രോണിക് ടെക്സ്റ്റ് or peer helper to assist with assigned readings, access to a computer for written assignment, alternative to write assignment to demonstrate knowledge and understanding, extend time to complete assignment or test തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു അഡാപ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആ ഒരു എക്സാമ്പിൾ അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല. പക്ഷെ കൃത്യമായിട്ട് ഈ ഒരു അഡാപ്റ്റേഷൻ എന്താണ്, മോഡിഫിക്കേഷൻ എന്താണ്, അക്കോമഡേഷൻ എന്താണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. Curriculum adaptation is an ongoing process that changes the regular prescribed curriculum by modifying or adapting in terms of the content or delivery of instruction to meet learning requirement of CWSM. അതായത് നമ്മൾ കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതെന്താണ് ചെയ്യുന്നത്? നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്ന ഒരു കരിക്കുലം ഉണ്ട്. ഈ കരിക്കുലത്തെ നമ്മൾ മോഡിഫൈ ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കരിക്കുലം അഡാപ്റ്റേഷനിൽ നടക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ലേണിംഗ് റിക്വയർമെന്റ് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കരിക്കുലം അഡാപ്റ്റേഷൻ എന്നുള്ള മെത്തേഡ് സ്വീകരിക്കുന്നത്. The teacher ought to adapt the curriculum provided equity and to meet the needs of diverse learner
in order that all the learners can fully participate in classroom activity. ടീച്ചർ ഈ ഒരു കരിക്കുലം അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ തരത്തിലുമുള്ള കുട്ടികളെ, വിവിധങ്ങളായിട്ടുള്ള ലേണിംഗ് പ്രശ്നങ്ങളുള്ള കുട്ടികളെയും എല്ലാ കുട്ടികളെയും ഈ ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ക്ലാസ് റൂം അഡാപ്റ്റേഷൻസ് ആർ നോട്ട് ഇൻറ്റൻഡ് ടു ലോവർ ദ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ്. ഈ ഒരു ക്ലാസ് റൂം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡിനെ ഒരിക്കലും താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല. കരിക്കുലം ഈസ് അഡാപ്റ്റഡ് ടു മേക്ക് എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആൻഡ് ടു സീ ദാറ്റ് നോ ലേണർ ഈസ് അൺഫെയർലി പ്രജുഡൈസ്ഡ് ആൻഡ് എക്സ്ക്ലൂഡഡ്. ഈ ഒരു കരിക്കുലം അഡാപ്റ്റേഷൻ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി പോലും തനിക്ക് ലഭിക്കേണ്ട പഠന കാര്യങ്ങൾ ലഭിക്കാതെ പോകരുതും, അതുപോലെ തന്നെ അവനെ എക്സ്ക്ലൂഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു കരിക്കുലം അഡാപ്റ്റേഷൻ നടത്തുന്നത്. അപ്പോൾ ദ മോട്ടോ ഈസ്, ഇതിന്റെ ഒരു മോട്ടോ, ഈ കരിക്കുലം അഡാപ്റ്റേഷന്റെ മോട്ടോ എന്ന് പറയുന്നത് നോ ചിൽഡ്രൻ ഷുഡ് ബി ലെഫ്റ്റ് ബിഹൈൻഡ്. ഒരു ചിൽഡ്രൻ പോലും എന്താവാൻ പാടില്ല, പുറകില് നമ്മൾ വിട്ടുപോവാൻ പാടില്ല. നോ ചിൽഡ്രൻ ഷുഡ് ബി ലെഫ്റ്റ് ബിഹൈൻഡ്. പിന്നെ ലാംഗ്വേജ് ക്ലാസ് റൂം, ഒരു ലാംഗ്വേജ് ക്ലാസ് റൂമിൽ താഴെ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അഡാപ്റ്റേഷൻ നടത്താം. എന്താണ്? ഈ ഒരു ടാസ്കിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാം, അതുപോലെ മിസ്സിംഗ് ആയിട്ടുള്ള സ്കില്ലുകൾ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ടാസ്കുകൾ ചേഞ്ച് ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്, അതൊന്ന് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടെക്നോ പെഡഗോഗിനെ കുറിച്ചാണ്. ടെക്നോ പെഡഗോഗി ഈസ് ഡിഫൈൻഡ് ആസ് ഇലക്ട്രോണിക്കലി മീഡിയേറ്റഡ് കോഴ്സ് that integrate sound pedagogic principle of teaching or learning with the use of technology. It integrates the content, technology and pedagogy. ടെക്നോ പെഡഗോജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പെഡഗോഗിക് പ്രിൻസിപ്പിളിനെ ഇലക്ട്രോണിക്കലി ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ച് നമ്മളൊരു പെഡഗോജി തയ്യാറാക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ടെക്നോ പെഡഗോഗി എന്നുള്ളതാക്കിയിട്ട് പറയാം. അപ്പൊ ഈ ഒരു ടെക്നോ പെഡഗോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ടന്റ്, ടെക്നോളജി, അതിന്റെ കൂടെ പെഡഗോഗിനെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ടെക്നോ പെഡഗോഗി എന്നുള്ള ആശയം. അപ്പൊ ഇവിടെ കണ്ടന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ടന്റ് എന്താണ്? നമ്മൾ ദ സബ്ജക്ട് മാറ്റർ ദാറ്റ് ഈസ് ടു ബി ടോട്ട്, പഠിപ്പിക്കേണ്ട വിഷയമാണ് കണ്ടന്റ്. ഇനി അടുത്തത് എന്താണ്? ടെക്നോളജി ആണ്. ടെക്നോളജി എന്താണ്? എൻകമ്പോസസ് ടെക്നോളജി സച്ച് ആസ് കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ഡിജിറ്റൽ വീഡിയോ, ഓവർഹെഡ് പ്രൊജക്ടേഴ്സ്. ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ കമ്പ്യൂട്ടർ ഉൾപ്പെടുത്താം, ഇന്റർനെറ്റ് ഉൾപ്പെടുത്താം, ഡിജിറ്റൽ വീഡിയോ ഉൾപ്പെടുത്താം, അതേപോലെ ഓവർഹെഡ് പ്രൊജക്ടേഴ്സ് ഉൾപ്പെടുത്താം. പിന്നെ പെഡഗോഗി എന്താണ്? ഡിസ്ക്രൈബ്സ് ദ കളക്ടഡ് പ്രാക്ടീസസ്, പ്രോസസ്, സ്ട്രാറ്റജീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തേഡ് ഓഫ് ടീച്ചർ ആൻഡ് ലേണിംഗ്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾ അത്രത്തോളം ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പെഡഗോഗി. അപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ടെക്നോ പെഡഗോഗി ഇന്റഗ്രേറ്റ്സ് ദ കണ്ടന്റ്, ടെക്നോളജി ആൻഡ് പെഡഗോഗി. ഈ കണ്ടന്റും ടെക്നോളജിയും പെഡഗോഗിയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടെക്നോ പെഡഗോഗി എന്നുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ICTയുടെ അഡ്വാൻറ്റേജ് ആണ്. ലാംഗ്വേജ് ലേണിംഗിൽ ICTക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ടെക്നോളജി ഫെസിലിറ്റേറ്റ് എക്സ്പോഷർ ടു ഒതന്റിക് ലാംഗ്വേജ്. ആധികാരികമായിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഭാഷയിലേക്ക് നമ്മളെ ഈ ഒരു ടെക്നോളജി ഫെസിലിറ്റേറ്റ് ചെയ്യും. ICT provides the access to wider source of information and varieties of language. ഒരു വൈഡർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും, അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ലാംഗ്വേജുകളും ലഭിക്കും. ടെക്നോളജി ഗീവ്സ് ഓപ്പർച്യൂണിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ വേൾഡ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ICT പ്രൊമോട്ട് ലേണേഴ്സ് സെന്റേഡ് അപ്രോച്ച്. ലേണേഴ്സ് സെന്റേഡ് അപ്രോച്ച് ആണ് ICT പ്രൊമോട്ട് ചെയ്യുന്നത്.
ടെക്നോളജി ഡെവലപ്പ് ലേണർ ഓട്ടോണമി. ഈ ഒരു ലേണർ ഓട്ടോണമി അല്ലെങ്കിൽ പഠിതാവിന്റെ പഠനത്തെ ഒരു സ്വയം അതോറിറ്റി ആയിട്ട് പഠിതാവിന് മാറാൻ കഴിയും. റിക്വയർസ് ഇൻഫോർമേഷൻ വിൽ ബി ഈസിലി ആക്സസബിൾ ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ വളരെ ഈസി ആയിട്ട് ആക്സസബിൾ ആവും. The presence of e-learning innovation facilitates the teaching learning process. പുതിയ തരത്തിലുള്ള ഇന്നോവേഷൻസ് ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേണിംഗ് നമ്മെ സഹായിക്കും. സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഫങ്ഷൻ സ്മൂത്ത്ലി ആൻഡ് ഇഫക്റ്റീവ്ലി ബിക്കോസ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ICT. ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ICTയിലൂടെ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ വളരെ സ്മൂത്ത് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും റൺ ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് പറയാണ്. ICT എക്യുപ്മെന്റ്സ് ആർ എക്സ്പെൻസീവ് ആൻഡ് നീഡ് ട്രെയിൻഡ് സ്റ്റാഫ് ടു മെയിൻറ്റെയിൻ. ഈ ഒരു ICT എക്യുപ്മെന്റ്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വേണം ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഹാർഡ്വെയർ ക്യാൻ ബി അൺറിയലബിൾ ലീഡിങ് ടു ബ്രേക്ക് ഡൗൺ വിച്ച് കോസ് ഫ്രസ്ട്രേഷൻ. അപ്പോ ഈ ഒരു ഹാർഡ്വെയർ എന്ന് പറയുന്നത് അൺറിയലബിൾ ആയിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യാം അത് കേടാവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. യൂസിങ് ICT മീൻസ് ചിൽഡ്രൻ ക്യാൻ become dependent on computer and technology. ഇപ്പൊ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചിൽഡ്രൻ എന്ത് ചെയ്യാം ഈ ഒരു ടെക്നോളജിക്കും കമ്പ്യൂട്ടറിനും വല്ലാതെ ഡിപ്പെൻഡഡ് ആയി പോവാം. ഇന്റർനെറ്റ് ക്യാൻ ലീഡ് ചിൽഡ്രൻ ടു ആക്സസ് അൺസ്യൂട്ടബിൾ സൈറ്റ്സ്. കുട്ടികൾക്ക് ആവശ്യമില്ലാത്തതും അൺസ്യൂട്ടബിളുമായ സൈറ്റ്സിലേക്ക് ഈ ഒരു ഇന്റർനെറ്റ് കുട്ടികളെ നയിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. 2 പാർട്ടായിട്ട് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിലെ അവസാനത്തെ ചാപ്റ്ററായ 4ാമത്തെ ചാപ്റ്ററിൽ നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ലൈക്കും കൂടെ ചെയ്തിട്ടേക്കാം. വീഡിയോ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കൂടെ ഉപകാരപ്രദമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.